വലിയ പൊട്ടുതൊടുന്ന സ്ത്രീകൾ ഇടയ്ക്കിടെ ഭർത്താവിനെ മാറ്റുമെന്നു സ്മൃതി ഇറാനിക്കെതിരെ വിവാദ പരാമർശവുമായി എത്തിയിരിക്കുകയാണ് വീണ്ടും ഒരു നേതാവ്. വലിയ പൊട്ടുതൊടുന്ന സ്ത്രീകൾ ഇടയ്ക്കിടെ ഭർത്താവിനെ മാറ്റും. സ്മൃതി ഇറാനിക്കെതിരെ വിവാദ പരാമർശവുമായി കോൺഗ്രസ് സഖ്യകക്ഷി നേതാവാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഭർത്താവിനെ മാറ്റുന്നത് പോലെ എളുപ്പമല്ല ഭരണഘടന മാറ്റുന്നതെന്നാണ് ജയ്ദീപ് പറയുന്നത്. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്കെതിരെ വിവാദ പരാമർശം ഉന്നയിച്ച് കോൺഗ്രസ് സഖ്യകക്ഷി നേതാവ് എത്തുമ്പോൾ വീണ്ടും സ്ത്രീവിരുദ്ധ പരാമർശം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുകയാണ്. കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായ പീപ്പിൾസ് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവായ ജയ്ദീപ് കാവഡെയാണ് സ്മൃതി ഇറാനിക്കെതിരെ വിവാദ പരാമർശവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഭർത്താവിനെ മാറ്റുന്നതിനനുസരിച്ച് സ്മൃതി ഇറാനി പൊട്ടുമാറും എന്നാണ് ജയ്ദീപ് പറഞ്ഞത്. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ പൊട്ടുതൊടുന്ന സ്ത്രീകൾ ഇടയ്ക്കിടെ ഭർത്താവിനെ മാറ്റുന്നവരാണെന്ന് കേട്ടിട്ടുണ്ട്. പാർലമെന്റിൽ നിതിൻ ഗഡ്കരിയുടെ തൊട്ടടുത്താണ് സ്മൃതി ഇറാനി ഇരിക്കുന്നത്. തങ്ങൾ ഭരണഘടനയെ മാറ്റുമെന്ന് അവർ പറയുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഭർത്താവിനെ മാറ്റുന്നത് പോലെ എളുപ്പമല്ല ഭരണഘടന മാറ്റുന്നതെന്നാണ് ജയ്ദീപ് പറയുന്നത്. പീപ്പിൾസ് റിപ്പബ്ലിക്കൻ പാർട്ടി പ്രസിഡന്റ് ജോഗേന്ദ്ര കാവഡെയുടെ മകനാണ് ജയ്ദീപ് കാവഡെ. പ്രത്യേകിച്ചും ഇപ്പോൾ വന്നിരിക്കുന്ന സ്ത്രീവിരുദ്ധ പരാമർശം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാക്ഷ്യം വഹിച്ചതും അതുതന്നെയാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾ, ചെളിവാരിയെറിയൽ, വിഴുപ്പിലക്കൽ, അതിൽ തന്നെ സ്ത്രീകൾക്ക് നേരെയുള്ള വലിയ ആരോപണങ്ങൾ, ആക്ഷേപങ്ങളൊക്കെ ഇത്തവണ നേതാക്കൾ ഉന്നയിക്കുമ്പോൾ അത് വളരെ ഗൗരവത്തോടെ കാണുന്ന സമയമാണ്. ഇന്ത്യ, പ്രത്യേകിച്ചും കേരളത്തിലും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരാമർശങ്ങൾ, പരിഹാസങ്ങൾ, അതിനെതിരെയൊക്കെ വലിയ പ്രതിഷേധം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ ആദ്യം പ്രിയങ്ക ഗാന്ധിക്കെതിരെ വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിന്റെ BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻ പിള്ള രംഗത്ത് വന്നിരുന്നു. വലിയ വിമർശനമാണ് അതിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം അണപൊട്ടുന്ന കാഴ്ച വരെ ഉണ്ടായി. ഏറ്റവും ഒടുവിൽ കേരളത്തിലേക്ക് വരുമ്പോൾ ആലത്തൂരിൽ രമ്യ ഹരിദാസിനെതിരെ വലിയ വിവാദ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നു LDF കൺവീനർ വിജയരാഘവൻ. അതിനെതിരെയും വലിയ പ്രതിഷേധങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും രമ്യ ഹരിദാസിനെ തുടക്കം മുതൽ വലിയ രീതിയിൽ ഇടത് നേതാക്കൾ പലരും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള സൂചനകളൊക്കെ ഇടയ്ക്ക് വന്ന സമയത്ത് പ്രത്യേകിച്ച് ആലത്തൂരിലെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരെ ദീപ നിശാന്ത് രംഗത്ത് വന്നപ്പോൾ അതിനൊക്കെ ചുട്ട മറുപടി കൊടുത്തുകൊണ്ടാണ് ദീപയെ രമ്യ ഹരിദാസ് നേരിട്ടത്. അതിന് പിന്നാലെ ഈ സംഭവമൊന്നും കാണുന്നില്ല, എങ്ങനെയാണോ നവോത്ഥാനം നടത്തേണ്ടത്, നവോത്ഥാന ബദലിനായി ചെലവിട്ട പൈസ ഉണ്ടെങ്കിൽ പൂത്തിരി വാങ്ങാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ആക്ഷേപമാണ് ഷാഫി പറമ്പിൽ ഫേസ്ബുക്കിലൂടെ ഉന്നയിച്ചത്. അങ്ങനെ വലിയ രീതിയിൽ ഈ വിഷയങ്ങളെ പൊതുസമൂഹം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ശാരദക്കുട്ടിയുടെ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റ്, ഇതിന് പിന്നാലെ ഇങ്ങനെയൊരു സംഭവം നടക്കുമ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ അതിൽ ലജ്ജിക്കണമെന്ന് ശാരദക്കുട്ടി പറയുമ്പോൾ, അതും സ്ത്രീകളുടെ നേരെയുള്ള അതിക്രമങ്ങൾക്ക് നേരെ ഇത്തരത്തിൽ, അതായത് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ സംസാരിക്കുന്ന നേതാക്കന്മാർ തന്നെ സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിൽ പരിഹാസ ചുവയുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ അതൊന്നും ശരിയല്ല എന്നുള്ള ശാരദക്കുട്ടിയുടെ നിലപാട്, അതൊക്കെ വളരെ ഗൗരവത്തോടെ കേരളം ചർച്ച ചെയ്യുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും സ്ത്രീ വിരുദ്ധ പരാമർശം വന്നത്. അതായത് സ്മൃതി ഇറാനിക്കെതിരെ വലിയ വിമർശനമാണ് കോൺഗ്രസിന്റെ സഖ്യകക്ഷി നേതാവ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്കെതിരെ വിവാദ പരാമർശം ഉന്നയിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ സഖ്യകക്ഷി നേതാവ്, അതായത് പീപ്പിൾസ് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് ജയ്ദീപ് കാവഡെയാണ്. ഈ വിവാദ പരാമർശം വലിയ അലയൊലികൾ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും ഭർത്താവിനെ മാറ്റുന്നതിനനുസരിച്ച് സ്മൃതി ഇറാനി പൊട്ടുമാറുമെന്നു ജയ്ദീപ് പറയുമ്പോൾ അത് വലിയ പൊട്ടിത്തെറി തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകും. BJPയുടെ വലിയ പ്രതിഷേധം തന്നെ ഈ വിഷയത്തിൽ വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഏതായാലും പാർലമെന്റിൽ അടുത്തടുത്ത സീറ്റുകളിലിരിക്കുന്ന നിതിൻ ഗഡ്കരിയും സ്മൃതി ഇറാനിയും ഒക്കെ ഭരണഘടനയെ മാറ്റുമെന്ന് പറയുമ്പോൾ, അത് അങ്ങനെ ചെയ്യാറുണ്ടെന്ന് പറയുമ്പോൾ, ഭർത്താവിനെ മാറ്റുന്നത് പോലെ എളുപ്പമല്ല ഭരണഘടന മാറ്റുന്നതെന്നൊക്കെ പറയുമ്പോൾ അതിൽ ഒരുപാട് ആക്ഷേപം ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് പാർട്ടി അതിനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യും? പ്രത്യേകിച്ചും കേരളത്തിലേക്ക് വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രമ്യ ഹരിദാസിനെതിരെയുള്ള ആക്ഷേപം, പ്രിയങ്ക ഗാന്ധിക്കെതിരെ ശ്രീധരൻ പിള്ള നടത്തിയ ആക്ഷേപം, ഇപ്പോൾ സ്മൃതി ഇറാനിക്കെതിരെയുള്ള പരാമർശങ്ങൾ, ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പൊന്നാനി മണ്ഡലത്തിൽ പ്രൊഫസർ VT രമ വോട്ട് ചോദിച്ചിരുന്നപ്പോൾ അവർക്ക് നേരിട്ട അനുഭവങ്ങൾ, ഇതൊക്കെ കേരള സമൂഹം വളരെ ഗൗരവത്തോടെ ചർച്ചയാണ്. പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പുകളിൽ വനിതാ പ്രാതിനിധ്യം എന്നത് വാക്കുകളിൽ മാത്രം ഒതുങ്ങുമ്പോൾ തിരഞ്ഞെടുപ്പിന് ഇറങ്ങുന്ന സ്ഥാനാർത്ഥികൾ, തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നവർ ഇത്തരത്തിൽ ആരോപണങ്ങൾ കേൾക്കേണ്ടി വരുമ്പോൾ അത് സ്ത്രീ സമൂഹത്തെ ആകെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇതിനെതിരെ ശക്തമായ നിലപാടുകളാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വളരെ ഗൗരവമുള്ള ചർച്ചകൾക്ക് കൂടി തിരികൊളുത്തിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ നടന്ന ഈ വിവാദ പരാമർശം.